അപ്പോൾ പോവല്ലേ എന്നാൽ പോവാ. നമ്മളെ വണ്ടി അവിടെ തയ്യാറായി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, RB ബ്ലോഗർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്ര പോകാൻ വേണ്ടി പോവാണ്. അടിപൊളി യാത്രയാണ്. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വളരെ സെറ്റാവും. അപ്പോൾ ഏതായാലും പോയി ചോദിച്ചാൽ നല്ല മക്കളെ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ കൊടുക്ക യാത്ര ഇങ്ങനെ തുടങ്ങി തോട്ടുമുക്കം അങ്ങാടിയിലെത്തിയിട്ടുണ്ട്. തോട്ടുമുക്കത്ത് നിന്ന് ഞങ്ങൾ മല കയറി അങ്ങനെ തുടങ്ങി. അടിപൊളി കാഴ്ചകളും കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ട് കേട്ടോ. എന്താണ് ഈ റോഡ്, അടിപൊളി റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഏകദേശം ഞങ്ങൾ അവിടെ എത്തി എന്ന് തന്നെ പറയാം. ഇപ്പം കണ്ടിട്ട് ഞങ്ങൾ കുറേ റിസോർട്ടുകളൊക്കെ കാണുന്നത്, പലതരത്തിലുള്ള റിസോർട്ടുകൾ. ഈ റോഡ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു കിണ്ണം കാച്ച റോഡ് തന്നെയാണ്. അടിപൊളി റോഡാണ്. ഇതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്താണ്ടല്ലോ മടുപ്പ് വരില്ല. കാരണം നല്ല സ്ഥലങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് ഈ അടിപൊളി റോഡിലൂടെ ഇങ്ങനെ പോകാൻ അത് വേറൊരു വൈബ് തന്നെയാണ്. ഏതായാലും ഞങ്ങൾ കക്കാടംപൊയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അധികം ദൂരമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതുണ്ട്. അതിന് വേണ്ടിയാണ് പൂരിയൊന്നും വേണം. ഈ ജാതി സാധനങ്ങളൊക്കെ വാങ്ങിയത് വേറെ വേറൊന്നുമില്ല. നമ്മള് സ്വന്തം ആളാണ്, എന്ത് പണി തരുന്നതാണ്. വേണ്ട. ഞങ്ങൾ യാത്ര വീണ്ടും തുടരുകയാണ്. ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ അങ്ങാടി നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് റോഡ് കാണാം. റോഡിലൂടെ നിങ്ങൾ വീണ്ടും അങ്ങനെ പോയിക്കൊടുക്കുകയാണ്. നമ്മൾ ഈ പോകേണ്ട സ്ഥലമായിട്ട് ഈ കാണുന്നത്. ഈ മലൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കുറേ ദൂരത്ത് നിന്ന് ഞാൻ സൂം ചെയ്ത് നിങ്ങളൊന്ന് കാണിച്ചു തരികയാണ്. ഈ മലയുടെ മുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഒരു അടിപൊളി കാഴ്ച, നല്ല സൂപ്പറായ ഒരു സ്ഥലം. അങ്ങനെ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥകൾ, പാർക്കിംഗ് ഉണ്ടോ, പാർക്കിംഗ് ഫ്രീ ഉണ്ടോ, എങ്ങനെയാണ് മലൻ്റെ മുകളിലേക്ക് പോകാൻ എത്തുക, ഒരു ഐഡിയ ഇല്ല. ഏതായാലും ഞങ്ങളിതാ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനും ഇവിടെ പാർക്ക് ചെയ്തു. ഇപ്പോൾ കണ്ട് ഞങ്ങൾ ഇവിടെ ജീപ്പ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇത് ആ മലയുടെ മുകളിൽ ഈ ജീപ്പിലൂടെ നമുക്ക് മുകളിലേക്ക് പോകാം. ഏതായാലും നമുക്ക് ആ ജീപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചാർജും കാര്യങ്ങളും ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഇത് ഒരാൾക്കാണോ ചാർജ്, അല്ലെങ്കിൽ ഇതൊരു വണ്ടി എന്നുള്ള രീതിയിലാണോ ചാർജ് വാങ്ങുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ട്രിപ്പിനാണ് ഇത് ഒരു വണ്ടി. അതിൽ എത്ര ആൾക്കാരാണ് പോകുന്നത് എന്നുള്ളത് 6 പേര് അല്ലേ. പിന്നെ ഇത് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ട്? ഇവിടുന്ന് 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഇത് ഏകദേശം ഇവിടുന്ന് ഏകദേശം പിന്നെ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്ന അറിയാം? ഇങ്ങോട്ട് നിൽക്കട്ടെ, വീഡിയോയിൽ വന്ന് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ. എത്ര സമുദ്രനിരപ്പിൽ 2000 അടി. ഓക്കെ. ഇത് ഇവിടെ ഇതിൻ്റെ മുകളിൽ റിസോർട്ടുകളൊക്കെ ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ലോ അല്ലേ? ഇത് ഇവിടെയൊക്കെ എത്ര റേറ്റ് അറിയാം? ഇവിടെ ഏകദേശം ഈ സഞ്ചാരികൾ വരുന്ന ഏകദേശം സമയപ്പാണ് മെയ് തൊട്ട് ജനുവരി വരെ. അത് അല്ല, ഇവിടെ ഈ എല്ലാ ദിവസവും വരുന്നുണ്ട്. ഇത് സമയത്തിന് കണക്കൊന്നുമില്ല. രാവിലെ വൈകുന്നേരം ഏറ്റവും നല്ലത് ഏത് സമയം? അതായത് രാവിലെയാണോ വൈകുന്നേരമാണോ? ഏറ്റവും രാവിലെ. ഇപ്പോഴാണ് നമുക്ക് കോടൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ അല്ലേ? രാവിലെ വൈകുന്നേരം. ഓക്കെ. ഈ സമയത്ത് സൗകര്യമൊന്നുമില്ല. ക്ലൈമറ്റ് മാറിയത് കൊണ്ടല്ലേ? ഉണ്ടാകാറുണ്ട്. ചേഞ്ച് ആവും. ഇവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്നല്ലേ? നിങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ? ഓക്കെ. ഒരു ട്രിപ്പിന് 500 രൂപ. അതിൽ 7 പേര് വരെ പോകും അല്ലേ? ഓക്കെ. 6 പേരാണ് മാക്സിമം 7 പേര്. ഓക്കെ. ഞങ്ങൾ വീണ്ടും അവിടുന്ന് ഇനിയാണ് ഇവിടുന്ന് കയറാൻ പോകുന്നത്.
കണ്ടിങ്ങൾ ഓരോ ഏരിയയിലായിട്ട് കുറേ ബൈക്കുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പുറത്ത് കുറേ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ റിസോർട്ടുകളാണ്, അടിപൊളി റിസോർട്ടുകളാണ്. ഈ റിസോർട്ടിൻ്റെ വാടക എത്രയാണ്, റെൻ്റ് എത്രയാണെന്നും നമുക്കറിയില്ല. അതൊക്കെ നിങ്ങൾ വരുന്നവർ അന്വേഷിക്കുക, എടുക്കുക, ആസ്വദിച്ച് പോവുക. ഏതായാലും കുറേ വണ്ടികൾ ഇവിടെ താഴെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നട്ടുകൊണ്ട് കയറ്റം തന്നെയാണ് ഫുള്ള്. ഞങ്ങളിതാ എല്ലാവരും അങ്ങനെ കയറി പോവുകയാണ്. നിരവധി ആൾക്കാരുണ്ട് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. അതോ ഇതിന് മൂന്ന് വരുന്ന വണ്ടി എടുത്ത് അതോ ഒരു സൈഡിക്ക് നിന്നോടക്കേ കാൽമൂടെ മേത്തോടൊക്കെ തീരണ്ട വണ്ടി ഒന്ന് സൈഡിൽ നിൽക്കാം. ഏതായാലും അടിപൊളിയായിട്ട് ആ മുകളിൽ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾ ഇറങ്ങിയിട്ട് അതോ അടിയുന്നതാ കുറേ ആൾക്കാരും വരുന്നത്, അമ്മ ആൾക്കാരെല്ലാം വരുന്നത് കേട്ടോ. നമ്മുടെ മോനിതാ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നടന്ന് മുകൾക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ എന്തിനാ ഊട്ടി കൊടൈക്കനാൽ മൈസൂരൊക്കെ പോണത്? ഈ മാതിരി സ്ഥലമുണ്ട്, അടിപൊളി സ്ഥലങ്ങൾ നമ്മളെ തൊട്ടടുത്ത ഈ സ്ഥലം തന്നെയുണ്ട്. നമ്മുടെ വീട്ടുകാരൊരുമിച്ച് ഈ സ്ഥലത്തൊക്കെ വന്ന് അടിപൊളി സ്ഥലങ്ങൾ സന്ദർശിച്ച് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ്. ഏതായാലും ഇതിൻ്റെ മുകളിലേക്ക് എത്തി നോക്കുമ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഇവിടെ കുരിശുമല എന്ന് പറയുന്നൊരു മലയുണ്ട്. ആ മല കണ്ട് സന്ദർശിച്ചതിന് ശേഷം തൊട്ടടുത്ത് വേറൊരു മലയുണ്ട്, കുറച്ചും കൂടി ഹൈറ്റിലുള്ള. അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുരിശുമലയിലേക്കാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. എവിടെയാണ് കുരിശ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ കുരിശ്. കണ്ടു ഞങ്ങൾ, ഞാൻ കുറേ ദൂരത്തുനിന്ന് സൂം ചെയ്ത് കാണിച്ചു തരികയാണ്. ഇതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും വളരെ ക്ലിയറായിട്ട് തന്നെ കാണാം. ഇവിടെ ഇന്ന് ക്ലൈമറ്റ് ഒരു വെയിൽ ഉള്ളൊരു സമയമാണ്. കോട കുറഞ്ഞ സമയങ്ങളിൽ വരുള്ളൂ. ഏതായാലും ഞാൻ ഇവിടെ പോകുന്നതിനിടയ്ക്ക് കോട വരികയാണെങ്കിൽ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ലൊരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണ്. കുറേ ആൾക്കാർ ഇവിടെ വരുന്നു പോകുന്നു. ഇതിന് സമയത്തിൻ്റെ കണക്കൊന്നുമില്ല. ഇപ്പം ഏകദേശം നല്ല ഒരു കോട വരുന്നൊരു സമയം തന്നെയാണ്. ഈ കോട ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും മൂടി കഴിഞ്ഞാൽ പിന്നെ ഒരാളെയും ഇവിടെ കാണില്ല. ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും മൊത്തത്തിൽ അങ്ങനെ മൂടിപ്പോവും. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. ഈ സ്ഥലം സന്ദർശിക്കാൻ ഏറ്റവും വരേണ്ട ഒരു സമയം രാവിലെ കേട്ടോ. രാവിലെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും, നല്ലൊരു സമയമായിരിക്കും രാവിലെ. ഈ കുരിശുമലയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം എല്ലാ സമയങ്ങളിലും ഇവിടെ സന്ദർശകരുണ്ട്. ടൂറിസ്റ്റുകൾ എല്ലാ സമയങ്ങളിലും വരുന്നുണ്ട്. ഒന്നാമത് ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് എടുക്കുക, പിന്നെ ഏത് സമയം ഇവിടെ കയറി പോരാ. അതാണ്. ഏതായാലും ഈ ഒരു സ്ഥലം കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണുക. അപ്പോൾ എല്ലാവരും ഈ സ്ഥലം ഒന്ന് വന്ന് കണ്ടുപോയിക്കോളിട്ടോ. ഇത് കിട്ടുന്ന അവസരങ്ങൾ എല്ലാവരും പാഴാക്കണം. ഇതിങ്ങോട്ട് വരാൻ വലിയ ചിലവും കാര്യമൊന്നുമില്ല. ഈ മല മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവലാണ്. ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ താഴത്ത് നോക്കുന്ന മാതിരിയൊന്നുമല്ല, ഇഷ്ടം പോലെ ആൾക്കാരാണ്. വെയിൽ പ്രശ്നമില്ല, കാറ്റ് പ്രശ്നമില്ല, മഴ പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. ഇവിടെ നിന്ന് അങ്ങനെ ആസ്വദിക്കാം. അത് വേറൊരു ലെവൽ തന്നെയാണ്. ഏതായാലും ഈ കുരിശുമലയിലുള്ള ഈ ഒരു കാഴ്ച നിങ്ങൾ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഇവിടെ വരും. ഇത് വഴിയാണ് നമ്മൾ വന്നത് കേട്ടോ. ഈ കാണുന്ന ആൾക്കാരില്ല, അതിൻ്റെ അടുത്തൂടെയാണ് നമ്മളിങ്ങനെ വന്നത്. ഇനി തിരിച്ചതിലെ തന്നെ നമുക്ക് പോകണം. പോയിട്ട് വേറൊരു മലയുണ്ട് അവിടെ. ആ മലേൻ്റെ മുകളിലേക്കാണ് നമുക്ക് അടുത്തത് പോകാനുള്ളത്. അതിൻ്റെ താഴെ കണ്ടിട്ട് നിങ്ങൾ റോഡിലൂടെ വണ്ടി ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നല്ല അറിയില്ല. ഏതായാലും അത്രയും ദൂരത്ത് നിന്നാണ് നമ്മൾ വരുന്നത്. ഇതൊക്കെ ഇതിൻ്റെ താഴെയുള്ള ഓരോ റിസോർട്ടുകൾ, അതേപോലെ തന്നെ പാർക്കുകൾ, അങ്ങനെ പലതരത്തിലുള്ള എല്ലാ സംഗതികളും ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ടുണ്ട്. ഇവിടെ പിന്നെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുരിശുമല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം സന്ദർശിച്ചു പോവുക. ഇപ്പം നമ്മൾ ഏത് മല കയറി?
കുരിശുമല. ഇനി അടുത്ത എവിടെ കയറാൻ പോണേ? ഏത് മല? ആ മല അതോ? നിങ്ങൾ കഴിഞ്ഞോ? എന്ത് പറ്റിയേ? ചളി ചവിട്ടിന്നാ തോന്നുന്നു ഇല്ലേ? കുറച്ച് ചവിട്ടിട്ടുള്ളൂ. ഇവിടേക്ക് വരുമ്പോ ശ്രദ്ധിക്കുക, ചളിയൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങളിതാ തൊട്ടടുത്തുള്ള വലിയ മലയേക്കാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ആ മലയിൽ നിന്ന് മറ്റേ മല സൂം ചെയ്ത് കാണിച്ചു തരാണ്. ഇതിലെയാണ് നമ്മൾ കയറി പോകുന്നത്. ഈ മലൻ്റെ മുകളിൽ നല്ല കുത്തനെ തന്നെയാണ്. സാഹസികമായിട്ട് തന്നെ കയറി പോകണം. നല്ലോണം ശ്രദ്ധിച്ച് പോവുക. അവനവൻ്റെ ശരീരം അവനവൻ ശ്രദ്ധിക്കുക. താഴെ വീഴുന്നതും കല്ല് വീഴുന്നതും ഒക്കെ നല്ലോണം ശ്രദ്ധിച്ച് പിടിച്ച് കയറി പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഇത് കണ്ടില്ലേ, ഇവിടെ കുഴങ്ങി നിൽക്കുക. ആ മലൻ്റെ മുകളിൽ നിന്ന് താഴെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ നല്ല അടിപൊളി ഒരു ഗ്രൗണ്ട് കണ്ടില്ല നിങ്ങൾ. ആ മലൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അവിടെയാണ് കുരിശുമല ഉള്ളത്. അവിടെ നമ്മൾ സന്ദർശിച്ചു. അവിടുന്ന് നേരെ തിരിച്ച് രണ്ടാമത്തെ മലയിലേക്ക് പോന്നു. ഇപ്പോൾ അവിടെയാണ് നമ്മളുള്ളത് കേട്ടോ. ഒരു സംഭവം തന്നെ കണ്ടില്ലേ, ഓരോരുത്തർ കയറി പോകുന്ന കണ്ടില്ലേ. ഇതിൻ്റെ മുകളിലെത്തി കഴിഞ്ഞാൽ അപാര കാറ്റാണ്, വമ്പ കാറ്റെന്ന് പറഞ്ഞാൽ. എനിക്ക് ഞാനൊന്ന് മുകളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ നിങ്ങൾ, ഓരോരുത്തർ വന്നിരിക്കുന്നത് കണ്ടില്ലേ, അടിപൊളി. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ പുടുത്തം പുട്ട കാറ്റാണ്. ഒരുപാട് സ്ഥലം ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാനുണ്ട് കേട്ടോ. ഓരോ മലകളായിട്ട് അപ്പുറവും ഇപ്പുറമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. അവിടെയൊക്കെ പോയിട്ടിരുന്ന് നമുക്ക് സൊറ പറഞ്ഞിരുന്ന് നമുക്ക് പോരാം. നമ്മളെ ഈ പ്രദേശത്ത് നിരവധി മലകളുണ്ട്. കാഴ്ചകൾ കാണാൻ പറ്റിയ അടിപൊളി മലകൾ ഇഷ്ടം പോലുണ്ട്. കക്കാടംപൊയിൽ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് അറിയാത്തൊരു സ്ഥലമല്ല. ഏതായാലും നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടെ. നമ്മൾ ഈ ഒരു സ്ഥലം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും സന്ദർശിക്കുക. അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നടന്നു വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ജീപ്പിലേക്ക് കയറിയിട്ട് പോരാം. അതിനൊക്കെ എല്ലാ സൗകര്യവും നമ്മളെ അടിപൊളി ഓരോ സ്ഥലങ്ങൾ. നല്ല ഒരു നമ്മൾ താഴെ നിന്ന് കാണുന്ന പോലെയുള്ള മല. മുകളിലെത്തി കഴിഞ്ഞാൽ നല്ലോണം ഇരിക്കാനും നടക്കാനും ഓടാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഓരോ അടിപൊളി സ്ഥലങ്ങൾ. അപ്പം എങ്ങനെയുള്ള മല നമ്മൾ അടിപൊളിയല്ലേ. ഇപ്പം ഈ മലയുടെ നമ്മൾ ആദ്യം വരുന്നത് കുരിശാണ് കാണുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ അടിപൊളി പ്രദേശം തന്നെയാണ് ഇത്. അപ്പം ഇവിടെ കാറ്റുകൊണ്ട് പിന്നെ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടിലുള്ള കാറ്റാണ്. ഏതായാലും അടിപൊളി സ്ഥലം, നല്ല മനോഹരമായ സ്ഥലം. ഇവിടെ വന്ന് എത്ര നേരം ഇവിടെ ഇരുന്നാലും സമയം പോകുന്ന അറിയേയില്ല. അടിപൊളി സ്ഥലം. കാശ്മീരൊക്കെ അവിടെ നിൽക്കുക. മല മുകളിലൂടെയുള്ള യാത്ര അത് ഇനിയും തുടരും ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇതേപോലത്തെ നല്ല നല്ല വൈബുള്ള സ്ഥലങ്ങൾ കിട്ടും. ഞങ്ങളിവിടെ ഈ മലൻ്റെ മുകളിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇനി നേരെ താഴത്തേക്ക് ഇറങ്ങുന്ന അഭ്യാസമാണുള്ളത്. ഭയങ്കര ഒരു സംഭവം തന്നെ താഴേക്ക് ഇറങ്ങുന്നത് കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ച് തന്നെ പോകണം. ഏതായാലും നമ്മൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. കണ്ടാൽ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഒരു നല്ല അടിപൊളി പ്ലേസുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇൻഷാ അല്ലാഹ്. ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇനി ഞങ്ങൾക്ക് ഒന്ന് ചായ കുടിച്ചിട്ട് പോകണം.
ചായ ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് ഫ്രൂട്ടി അല്ലേ പറഞ്ഞു ആ 4 ചായ അത് മാറ്റിയാൽ വരുന്നോട്ട് കാണാൻ അങ്ങോട്ടുണ്ടാക്കി